ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. അപ്പം നമ്മൾ ഇന്നൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. PSC എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇരുമ്പുരുക്കുശാല. നിങ്ങളൊരു PSC ആസ്പിരൻ്റ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കണ്ടിരിക്കും. അപ്പോൾ അത് പഠിക്കാൻ ചെറിയൊരു കോഡ് പറയാം. ഒന്നുമില്ല, നമ്മൾ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ് കോഡ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തേത് ഫിലായ്. ഫിലായ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. സഹായിച്ച രാജ്യം റഷ്യ. ഫിലായ്, ഛത്തീസ്ഗഡ്, റഷ്യ. അപ്പൊ ആ പറഞ്ഞതിന്റെ എല്ലാം ആദ്യത്തെ അക്ഷരം എടുക്കുന്നു. ഫി ച റ, ഫിജറ. ഫിലായ്, ഛത്തീസ്ഗഡ്, റഷ്യ. ഫിജറ, ഫിലായ്, ഛത്തീസ്ഗഡ്, റഷ്യ. രണ്ടാമത്തെയാണ് ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ, ബ്രിട്ടൻ. ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ, ബ്രിട്ടൻ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വേണം ആദ്യത്തേത് ഇരുമ്പുരുക്കുശാലയും രണ്ടാമത്തേത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും മൂന്നാമത്തേത് അതിന് സഹായിച്ച രാജ്യവുമാണ്. അപ്പം രണ്ടാമത്തെ ഓർക്കാനും കോഡ് അങ്ങനെ തന്നെ നമുക്ക് പഠിക്കാം. ദുപബ്രി, ദുപബ്രി. ഫിജറ, ദുപബ്രി. ഫിജറ എന്തായിരുന്നു? ഫിലായ്, ഛത്തീസ്ഗഡ്, റഷ്യ. ദുപബ്രി എന്നുള്ളത് ദുർഗാപൂര്, പശ്ചിമ ബംഗാള്, ബ്രിട്ടൻ. അടുത്തത് റൂർക്കേല. റൂർക്കേല, ഒഡീഷ, ജർമ്മനി. റൂർക്കേല, ഒഡീഷ, ജർമ്മനി. അതെങ്ങനെ ഓർക്കാം? റുവോജ. റുവോജ എന്ന് ഓർത്തു കഴിഞ്ഞാൽ റൂർക്കേല, ഒറീസ, ജർമ്മനി. ഒറീസ അല്ലെങ്കിൽ ഒഡീഷ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഫിജറ, ഫിലായ്, ഛത്തീസ്ഗഡ്, റഷ്യ. ദുപബ്രി, ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ, ബ്രിട്ടൻ. റുവോജ, റൂർക്കേല, ഒറീസ, ജർമ്മനി. ഇനി ബൊക്കാറോ. ബൊക്കാറോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡ്, റഷ്യ. ബൊക്കാറോ, ജാർഖണ്ഡ്, റഷ്യ. അതെങ്ങനെ ഓർക്കാം? ബൊജറ. ബൊജറാന്നോ ബജറാന്നോ ഓർക്കുക. ബജറാന്ന് ഓർത്താൽ മതി. ബജറ. അപ്പൊ ആ ഒരു ഋതം കിട്ടും. ബജറ. അതെന്താണ്? ബൊക്കാറോ, ജാർഖണ്ഡ്, റഷ്യ. ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകണം. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്നുകൂടെ നോക്കാം. ഫിജറ, ഫിലായി, ഛത്തീസ്ഗഡ്, റഷ്യ. ദുപബ്രി, ദുർഗാപൂര്, പശ്ചിമ ബംഗാള്, ബ്രിട്ടൻ. റുഓജ, റൂർക്കേല, ഒറീസ, ജർമ്മനി. ബജ്റ, ബജ്റ അല്ലെങ്കിൽ ബൊജറ എന്ന് ഓർക്കുക. ബജ്റ എന്നുള്ളത് എന്താണ്? ബൊക്കാറോ, ജാർഖണ്ഡ്, റഷ്യ. PSC പരീക്ഷകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിൽ PSC എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടെത്തി നമ്മളത് വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹോട്ട് ടോപ്പിക് സീരീസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം SCRT സീരീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ രണ്ടും മാത്രം കണ്ടാലും മതി, നമുക്ക് എല്ലാ പരീക്ഷകളിലും ഒരു നല്ല സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വരുന്ന 10th പ്രിലിംസിന് നമുക്ക് മൊത്തം ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഔട്ട്കം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ക്ലാസ്സുകളും കൂടെ കാണുക. നമ്മുടെ ഹോട്ട് ടോപ്പിക്സും SCRT സീരീസും മാത്രം കണ്ടാൽ തന്നെ ഒരു ഇന്ന ശതമാനം മാർക്ക് നമുക്ക് ലഭിക്കും. അപ്പം ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടൂടെ രേഖപ്പെടുത്തണം. മറ്റൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്